വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിനു മുൻപ് ഇസ്രായേലരെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകിയ ആശീർവാദമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു, സെയറിൽ നിന്ന് അവിടുന്ന് അവർക്കായി ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് പ്രകാശിച്ചു, വിശുദ്ധ ഗണത്തിന്റെ 10,000-ങ്ങളിൽ നിന്ന് അവിടുന്ന് എഴുന്നള്ളി, അവിടുത്തെ വലങ്കൈയിൽ നിന്ന് അവർക്കായി പ്രമാണാഗ്നിയും. അവിടുന്ന് ജനങ്ങളെ പരിലാളിക്കുന്നവൻ തന്നെ. വിശുദ്ധരെല്ലാവരും അങ്ങേ കരങ്ങളിലാണ്. അങ്ങയുടെ പാദാതിങ്കത്തിൽ ഇരുന്ന് അങ്ങയുടെ വചസ്സുകൾ അവർ സ്വാംശീകരിച്ചു. യാക്കോബിന്റെ കൂട്ടർക്ക് പിതൃസ്വത്തായി നമുക്ക് വേണ്ടി മോശ നിയമം പ്രഖ്യാപിച്ചു. ജനത്തിന്റെ തലവന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളുമായി ഒന്നായി ചേർന്നപ്പോൾ യെഷുറൂണിൽ രാജാവുണ്ടായി. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, അവന്റെ മൃതർ സംഖ്യാപരിമിതരാകട്ടെ. ഇതാണ് യൂദായെക്കുറിച്ച് അവൻ പറഞ്ഞത്. കർത്താവേ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ, അവനെ സ്വജനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ. അവന് തന്റെ കരങ്ങൾ അനേകമായിരിക്കട്ടെ, അവന്റെ എതിരാളികളിൽ നിന്ന് അങ്ങ് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമീമും ഉറീമും അങ്ങയുടെ ഓരോ ഭക്തനും ഉള്ളതാണ്. മാസായിൽ വെച്ച് അവനെയാണ് അങ്ങ് പരീക്ഷിച്ചത്. മെരീബ ജലാശയത്തിങ്കൽ അവനുമായാണ് അങ്ങ് ശണ്ട കൂടിയത്. അവരെ ഞാൻ ശ്രദ്ധിക്കുകയില്ലെന്ന് തന്റെ പിതാവിനെയും മാതാവിനെയും പറ്റി അവൻ പറഞ്ഞു. സ്വസഹോദരരെ അവൻ പരിഗണിച്ചില്ല, സ്വന്തം മക്കളെ തിരിച്ചറിഞ്ഞതുമില്ല. അങ്ങനെ അവർ അങ്ങയുടെ വാക്കു പാലിച്ചു, അങ്ങയുടെ ഉടമ്പടി കാത്തു. യാക്കോബിനെ അവർ അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അങ്ങയുടെ നിയമവും. അവർ അങ്ങേ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അങ്ങേ ബലിപീഠത്തിന്മേൽ സമ്പൂർണയാഗവും. കർത്താവെ, അവന്റെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ കരവേലയിൽ പ്രസാദിക്കണമേ, അവന്റെ പ്രതിയോഗികളുടെ അരക്കെട്ടുകൾ തകർക്കണമേ. എഴുന്നേൽക്കാതിരിക്കും വിധം അവന് വെറുക്കുന്നവരെയും. ബെഞ്ചമിനെ കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തോട് ചേർന്ന് സുരക്ഷിതമായി നിവസിക്കുന്നു. ദിവസം മുഴുവൻ അവിടുന്ന് അവനെ ചൂഴ്ന്നു നിൽക്കുന്നു, അവിടുത്തെ ചുമലുകൾക്കിടയിൽ അവൻ നിവസിക്കും. ജോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞു, അവന്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തിന്റെ സുഭഗതയാലും മഞ്ഞുതുള്ളിയാലും താഴെ പതിഞ്ഞുകിടക്കുന്ന ആഴത്താലും സൂര്യന്റെ ഉത്കൃഷ്ട ഫലങ്ങളാലും ചാന്ദ്രമാസങ്ങളുടെ വിശിഷ്ട വിഭവങ്ങളാലും പ്രാചീന പർവ്വത ശൃംഗങ്ങളാലും ശാശ്വത ശൈലങ്ങളുടെ വൈശിഷ്ട്യത്താലും ഭൂമിയുടെയും അതുൾക്കൊള്ളുന്നവയുടെയും ഐശ്വര്യത്താൽ ജോസഫിന്റെ ശിരസിലും സ്വസഹോദരന്മാരുടെ നേതാവിന്റെ മൂർധാവിലും മുൾപ്പടർപ്പിൽ വസിക്കുന്നവന്റെ പ്രസാദം വരുമാറാകട്ടെ. അവന്റെ കാളയുടെ കടിഞ്ഞൂൽ അവന് ഭൂഷണം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവ കൊണ്ട് അവൻ ജനപദങ്ങളെ ഒന്നാകെ ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിന്റെ 10,000, മനാസയുടെ 1000 അവർ തന്നെ. സെബുലൂണിനെ കുറിച്ച് അവൻ പറഞ്ഞു, സെബുലൂൺ, നീ നിന്റെ പുറപ്പാടിൽ സന്തോഷിച്ചാലും, ഇസ്സാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനങ്ങളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി നുകരും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെ കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിനെ വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ഒരു സിംഹത്തെ പോലെ വസിക്കും, അവൻ ഭുജം കടിച്ചു കീറും, മൂർധാവു പോലും. പ്രധാന ഭാഗം അവൻ സ്വയം ആസ്വദിച്ചു, എന്തെന്നാൽ നായകന്റെ ഓഹരി അവിടെ നീക്കിവെച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരെ സമ്മേളിപ്പിച്ച്
കർത്താവിന്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ ന്യായപ്രമാണങ്ങളും. ദാനിനെ കുറിച്ച് അവൻ പറഞ്ഞു, ദാൻ സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞു, നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ. നീ പശ്ചിമ ദക്ഷിണ പ്രവിശ്യകൾ കൈവശമാക്കുക. ആഷേറിനെ കുറിച്ച് അവൻ പറഞ്ഞു, ആഷേർ പുത്രന്മാർ മൂലം അനുഗ്രഹീതൻ, അവൻ സ്വസഹോദരന്മാരുടെ പ്രിയങ്കരനായിരിക്കട്ടെ. അവൻ തന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പലുകൾ ഇരുമ്പും പിച്ചളയും, നിന്റെ ആയുസോളം നിന്റെ സുസ്ഥിതിയും. യെശുറൂണിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അവിടുന്ന് തന്റെ ശക്തി കൊണ്ട് ആകാശത്തിലും തന്റെ പ്രാഭവം കൊണ്ട് ആകാശവിധാനത്തിലും സവാരി ചെയ്യുന്നു. പുരാതനത്വത്തിന്റെ ദൈവം വാസകേന്ദ്രമാണ്. കീഴെ നിന്ന് നിത്യതയുടെ കരങ്ങൾ. അവിടുന്ന് നിന്റെ മുൻപിൽ നിന്ന് ശത്രുവിനെ തുരത്തും. സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബ് ഏകനായി പാർക്കും. ധാന്യത്തിന്റെയും പുതുമീനിന്റെയും ദേശത്തു തന്നെ. അതെ, അവിടുത്തെ ആകാശം മഞ്ഞു പൊഴിക്കും. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. നിന്റെ സഹായത്തിന്റെ പരിചയം, നിന്റെ പ്രാഭവത്തിന്റെ വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ജനമേ, നിന്നെ പോലെ ആരാണോ ഉള്ളത്? നിന്റെ ശത്രുക്കൾ നിനക്ക് വിധേയരാകും. അവരുടെ പൂജാഗിരികൾക്കുമേൽ നീ ചവിട്ടി നടക്കും. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം. അനന്തരം മോശ മോവാബ് സമതലത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്തുള്ള പിസ്ഗായുടെ ഉച്ചിയായ നെബോ മലയിലേക്ക് കയറി. കർത്താവ് ദേശം മുഴുവൻ അവനെ കാണിച്ചു. ഗിലെയാദ് മുതൽ ദാൻ വരെയും, നഫ്താലി മുഴുവനും, എഫ്രായിമിന്റെയും മനാസയുടെയും ദേശവും, പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശം മുഴുവനും, നെഗവും സോവാർ വരെയുള്ള ഈന്തപ്പനകളുടെ പട്ടണമായ ജെറിക്കോയുടെ താഴ്വര പ്രവിശ്യയും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതിക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശം ഇതാകുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അത് കാണാൻ ഇടയാക്കിയിരിക്കുന്നു. എന്നാൽ നീ അവിടേക്ക് കടക്കുകയില്ല. കർത്തൃദാസനായ മോശ കർത്താവിന്റെ വാക്കനുസരിച്ച് മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാബ് ദേശത്ത് ബത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവിടുന്ന് അവനെ സംസ്കരിച്ചു. ഇന്നുവരെ അവന്റെ ശവകുടീരം ഒരാൾക്കും അറിഞ്ഞുകൂടാ. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങുകയോ ഉന്മേഷം മായുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേലിയർ 30 ദിവസം മൊവാബ് സമതലത്തിൽ മോശയെ പ്രതി കരഞ്ഞു. മോശയെ പ്രതിയുള്ള വിലാപ കണ്ണീരിന്റെ ദിനങ്ങൾ അവർ പൂർത്തിയാക്കി. നൂനിന്റെ പുത്രനായ ജോഷ്വ ജ്ഞാനത്തിന്റെ ചൈതന്യത്താൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈവെപ്പ് നടത്തിയിരുന്നു. ഇസ്രായേലിയർ അവനെ അനുസരിക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാമുഖം അറിഞ്ഞ മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നീട് ഉയർന്നു വന്നിട്ടില്ല. കർത്താവ് മോശയെ അയച്ചത് ഈജിപ്ത് ദേശത്ത് ഫറവോയ്ക്കും അവന്റെ എല്ലാ ദാസന്മാർക്കും രാജ്യം മുഴുവനുമെതിരെ എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാനും ഇസ്രായേലിയരെല്ലാവരും കാണുകെ ഓരോ ശക്തിപ്രവൃത്തിയും മഹത്വം ഭേദിതവുമായ ഓരോ കൃത്യവും പ്രകടമാക്കാനും വേണ്ടിയായിരുന്നു. 145-ാം സങ്കീർത്തനം. രാജാവായ എന്റെ കർത്താവേ, അങ്ങയെ ഞാൻ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നും എന്നേക്കും ഞാൻ വാഴ്ത്തും. ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ നാമം എന്നും എന്നേക്കും സ്തുതിക്കും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവർത്തികൾ പ്രകീർത്തിക്കും. അങ്ങയുടെ വീരകൃത്യങ്ങൾ അവർ വർണ്ണിക്കും. അങ്ങേ പ്രതാപത്തിന്റെ മഹിമാപ്രാഭവവും വിസ്മയ കാര്യങ്ങളും ഞാൻ വിചിന്തനം ചെയ്യട്ടെ. അങ്ങയുടെ ഭയാനക കൃത്യങ്ങളുടെ ശക്തി അവർ വിളംബരം ചെയ്യും.
അങ്ങയുടെ മഹാപ്രവൃത്തികൾ ഞാൻ പ്രസംഗിക്കട്ടെ. അങ്ങയുടെ സദ്ഗുണ സമ്പന്നതയുടെ സ്മരണ അവർ ഘോഷിക്കും. അങ്ങയുടെ നീതി അവർ ആർത്തുപാടും. കർത്താവ് ദയാലുവും ആർദ്രനും കോപവിമുഖനും കൃപാശ്രേഷ്ഠനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവ്വ സൃഷ്ടികളുടെയും മേൽ അവിടുത്തെ ആർദ്രതയുണ്ട്. കർത്താവെ, അങ്ങയുടെ എല്ലാ സൃഷ്ടികളും അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ ഭക്തർ അങ്ങയെ വാഴ്ത്തും. അങ്ങേ രാജ്യമഹത്വം അവർ വിളംബരം ചെയ്യും. അങ്ങേ വീരകൃത്യം അവർ സംസാര വിഷയമാക്കും. അങ്ങേ വീരകൃത്യങ്ങളും രാജ്യപ്രാഭവത്തിന്റെ മഹത്വവും മനുഷ്യമക്കളോട് അറിയിക്കാനാണത്. അങ്ങയുടെ രാജ്യത്വം ചിരകാലത്തേക്കുമുള്ള രാജ്യത്വമാണ്. തലമുറ തലമുറയിലെല്ലാം അങ്ങയുടെ ആധിപത്യമുണ്ട്. വീഴുന്ന ഏവർക്കും താങ്ങായവൻ കർത്താവാണ്. നിലം പറ്റിയവർക്കെല്ലാം ഉദ്ധാരകനും. എല്ലാവരുടെയും നയനങ്ങൾ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങ് യഥാകാലം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ്. അങ്ങ് കൈ തുറന്ന് എല്ലാ ജീവികൾക്കും സംതൃപ്തി പ്രദാനം ചെയ്യുന്നവനാണ്. തന്റെ വഴികളിലെല്ലാം കർത്താവ് നീതിമാനും സകല പ്രവൃത്തികളിലും കാരുണികനുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം കർത്താവ് സമീപസ്ഥനാണ്. ആത്മാർത്ഥമായി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ഭയപ്പെടുന്നവരുടെ ആഗ്രഹം അവിടുന്ന് നിറവേറ്റുന്നു. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. എന്റെ അധരം കർത്താവിന്റെ സ്തുതി പ്രഘോഷിക്കും. സകല ജഡവും അവിടുത്തെ വിശുദ്ധനാമം എന്നും എന്നേക്കും വാഴ്ത്തും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 44 മുതൽ 62 വരെയുള്ള തിരുവചനങ്ങൾ. അവന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇപ്പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. അവർ ഗ്രഹിക്കാതിരിക്കാൻ തക്കവിധം അത് അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അതേപറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അവരുടെ ഇടയിൽ തർക്കമുണ്ടായി. യേശു അവരുടെ ഹൃദയവിചാരം അറിഞ്ഞ് ഒരു ശിശുവിനെ എടുത്ത് തന്റെ അടുത്തു നിർത്തി അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അയാളെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തയാൾ നിങ്ങളുടെ ഭാഗത്താണ്. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കെ അവൻ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചുറച്ചു. അവൻ തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. അവർ പോയി അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ സമറിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോകുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയാൻ നീ മനസ്സാകുന്നുവോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അനന്തരം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ മറ്റൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. വേറൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് യാത്ര പറയാൻ അനുവദിക്കണം.
യേശു അവനോട് പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം